ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് ഞങ്ങളുടെ വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ഇത്ര നാൾ എയർബിആൻബി ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. 1 മാസമായി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പുതിയ വീടിൻ്റെ കീ കിട്ടും. ഞങ്ങളുടെ പുതിയ റെൻ്റ് ഹൗസിൻ്റെ കീ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ഷിഫ്റ്റിങ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ, കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെയായിട്ട് ഒരു കൊച്ചു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്, ഷിഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നമ്മൾ നിന്ന വീട്, ഇപ്പോൾ എയർബിആൻബി താമസിച്ച വീടും ഇതിൻ്റെ പരിസരവും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റമാണ്. വീടിൻ്റെ പുറകു വശമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. നല്ലൊരു ഓറഞ്ച് മരമൊക്കെ ഉണ്ട്, നിറച്ച് ഓറഞ്ചൊക്കെ കായ്ച്ചെടുക്കും. നല്ലൊരു മരമൊക്കെ ഉണ്ട്, നമ്മൾ ചെറിയ ക്യൂട്ട് മരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നിന്ന എയർബിആൻബി വീട് കേട്ടോ. നമുക്കിതിൻ്റെ അകത്തോട്ട് പോയി കാണിക്കുന്നത് അത്ര ശരിയല്ല, കാരണം അത് ലീഗലി അത്ര നല്ല കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരാളുടെ വീടാണല്ലോ. അപ്പോൾ നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അത് പുറത്ത് കാണിക്കാമെന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകമൊന്നും അങ്ങനെ കാണിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. ഇച്ചാൻ ഓരോ പെറ്റിയായിട്ട് കയറ്റിക്കൊണ്ടിരിക്കണം. കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ നമ്മൾ കീ മേടിക്കുമ്പോൾ തന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അത്രയും സാധനങ്ങൾ അവിടെ വെച്ചിട്ട് വരാമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ കീ മേടിക്കാൻ പോകുമ്പോഴേ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കീ മേടിക്കാൻ പോവാ കേട്ടോ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. 9:15 9:10 കീ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കീ മേടിക്കാൻ പോവാണേ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തി. നമ്മളിപ്പോൾ കീ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെയാണ് ഇവരുടെ ഓഫീസ്. നമുക്ക് വീട് തന്ന ഏജൻസിയുടെ ഓഫീസാണ് ഇവിടെ. നമ്മൾ അവിടെ പോയി കീ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞങ്ങളുടെ കീ കിട്ടി കേട്ടോ. ഞങ്ങളിപ്പം പുതിയ വീട്ടിലോട്ട് പോവുകയാണ്. നമുക്കവർ അവിടുത്തെ കാര്യങ്ങൾ, റൂൾസ്, കൗൺസിലിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. അപ്പം നമ്മളിവിടെ ആദ്യമാണല്ലോ, അപ്പം നമുക്ക് ഇവിടുത്തെ റൂൾസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു. ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഡെലിവറി ഒരു 15 മിനിറ്റ് മുന്നേ വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ പോയി വീടൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇറക്കി അവർ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യണം വേഗം പോയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീടെത്തി. ഇതാണ് നമ്മുടെ വീട്. നമ്മൾ നമ്മുടെ വണ്ടി ഗാരേജിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ പുതിയ വീട്. അപ്പൊ ഗൈസ്, നമ്മുടെ പുതിയ വീട് തുറക്കാൻ പോവാണേ. നമ്മുടെ ഫസ്റ്റ് വീടാണ് റെന്റ് ഹൗസ്. ആണ് നമ്മുടെ പുതിയ വീട്. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഇപ്പൊ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇറക്കാനുണ്ട്. കാരണം നമുക്കിപ്പോ ഡെലിവറി വരും. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ, കട്ടില്, ബെഡ്, അങ്ങനെ ഡൈനിങ് ടേബിളുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവർ വരുന്നതിന് മുന്നേ നമ്മൾ ഗാരേജ് ഫ്രീ ആക്കി കൊടുക്കണം. നമുക്ക് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. നമുക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. You go over here? Yeah? Yeah, that's fine. Okay. നമ്മുടെ ചെയർ, ബെഡ്, കട്ടിലിൻ്റെ ഒരു പകുതി ഭാഗമൊക്കെ വന്നിട്ടുണ്ട്. ഇനി പകുതി ഭാഗം അവർ കൊണ്ടുവരും. ടേബിൾ കൊണ്ടുവരാനുണ്ട്. മറ്റേ കട്ടിലിൻ്റെ ബാക്കി സാധനങ്ങൾ, ബാക്കി പീസ് കൊണ്ടുവരാനുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് വന്നിട്ടുണ്ട് ഗൈസ്. ഇവർ പോയിട്ട് വേണം അവർക്കുള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അടുത്ത് നമ്മുടെ ഫ്രിഡ്ജ് നമുക്ക് അകത്തോട്ട് കൊണ്ടുവരണം. അവരവിടെ നിന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ കട്ടിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കട്ടിലിൻ്റെ ഫ്രെയിമും ബെഡും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇച്ചാൻ ഇതിൻ്റെ തലയും വാലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഗൈസ് നോക്ക് ഗൈസ്, ഇരുന്നിരുന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്ത് മടുത്തിട്ട് ഒരാളിപ്പോൾ കടന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നു. നമ്മുടെ കട്ടിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം നമ്മുടെ ഫ്രിഡ്ജ് ഓണായി. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിങ്ങിന് പോയി കുറച്ച് ബാക്കിയുള്ള സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു. കെറ്റിൽ മേടിച്ചു. പിന്നെ ഞങ്ങൾക്ക് മൈക്രോവേവ് മേടിക്കാനുണ്ടായിരുന്നു. മൈക്രോവേവ് മേടിച്ചു. അതെല്ലാം ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. എല്ലാം ബോക്സ് എല്ലാം അവിടെ വെച്ചേക്കുവാണ്. അപ്പം അതെല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇന്ന് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ നെക്സ്റ്റ് ഡേയും കൂടെ വന്നിട്ട് വേണം വീഡിയോസ് എടുത്ത് ഈ വ്ളോഗ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഇത് തീരുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ വെക്കേറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് വീട് വെക്കേറ്റ് ചെയ്തത്. നമ്മുടെ ഷിഫ്റ്റിംഗ് ഒക്കെ തീർന്നു. അപ്പോൾ നമ്മൾ ഇന്നാണ് വീട് വെക്കേറ്റ് ചെയ്ത് കീ വെച്ച് ഇറങ്ങുന്ന ദിവസം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഇനി ചെറിയൊരു ഷിഫ്റ്റിങ്ങും കൂടെ ഉള്ളൂ. ഇപ്പോൾ കൊണ്ടുവന്ന സാധനം കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക വീട് ഷിഫ്റ്റിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ വീട്. നമ്മൾ ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുറേ കാര്യങ്ങളൊക്കെ അടുക്കി പെറുക്കാനുണ്ട് കേട്ടോ. ആ ഒരു വൈറ്റ് ഗേറ്റ് കാണുന്നില്ലേ, അവിടം വരെ കേട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്, നമ്മുടെ വീടിൻ്റെ പ്ലേസ്. ഇതാണ് നമ്മുടെ മെയിൻ ഗാരേജ്. ഈ ആഷ് കളർ ഷട്ടർ കാണുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വണ്ടി കയറ്റാം. ഇതിൻ്റെ പുറകോട്ട് നമുക്ക് പുറകിൽ നല്ല മിറ്റമുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അകത്തേക്ക് പോകാവേ. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇതിലൂടെ നമുക്ക് കയറാം. ഇതിലൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹോളിലോട്ടാണ് വരുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഡോർ അടയ്ക്കുകയാണ്, നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻട്രൻസ് വഴി ഗ്യാരേജിൽ നിന്ന് അകത്തോട്ട് കയറാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഡോർ ലോക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഗ്യാരേജ്. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റുള്ള ബെഡ്റൂം ഇതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം. അപ്പം ഏകദേശമൊക്കെ കുറച്ചൊക്കെ റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ മേടിക്കാനുണ്ട്, ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ്, ഷവർ റൂം, വാഷ് ബേസിൻ. പിന്നെ നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു ലോഞ്ച് ഉണ്ട്. ഇവിടെ നമ്മൾ സാധനങ്ങളൊന്നും ഇതുവരെ മേടിച്ചിട്ടിട്ടില്ല, എല്ലാം റെഡിയാക്കി വരുന്നതേ ഉള്ളൂ. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലോഞ്ചാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ കിച്ചൺ, ഡൈനിങ് ഹാള്, പിന്നെ നമുക്കിവിടെ ഒരു വലിയ ലോഞ്ച് പോലെ എല്ലാം കൂടെ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഉള്ളത്. നമുക്കവിടെ സോഫ കാര്യങ്ങളൊക്കെ മേടിച്ചിടാനുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ മേടിച്ചിടാത്തത്. പിന്നെ നമ്മൾ ഇവിടുത്തെ മിക്കവാറും ഇലക്ട്രോണിക്സ് സാധനങ്ങളെല്ലാം പുതിയതാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഇലക്ട്രോണിക്സ് ഒക്കെ പഴയത് മേടിക്കാനുള്ള ഒരു വിഷമം കൊണ്ട് ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ നമ്മൾ പുതിയത് മേടിച്ചു. ടോസ്റ്റ് ആണെങ്കിലും മൈക്രോവേവ്, കെറ്റിൽ, പിന്നെ ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുതിയത് മേടിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഈ ഭാഗത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ഞാൻ അടുക്കിപ്പെറുക്കിയൊന്നും ഇട്ടിട്ടില്ല, കാരണം എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ഓരോ സൈഡിൽ നിന്നായിട്ട് അടുക്കിപ്പെറുക്കി വരുന്നതേ ഉള്ളൂ. പിന്നെ കിച്ചണിൽ നല്ല 3 ലൈറ്റൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കിച്ചൺ ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ യൂസ്ഡ് ആണ് മേടിച്ചത്. കാരണം നമുക്ക് പെട്ടെന്ന് പുതിയത് മേടിക്കാമെന്ന് പറയുന്നത് അഫോർഡബിൾ അല്ല, ശരിക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫർണിച്ചർ കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ്ഡ് മേടിച്ചു. അതായത് ഡൈനിങ്ങിൻ്റെ ടേബിള്, ചെയർ, പിന്നെ കട്ടിൽ, അതൊക്കെ നമ്മൾ യൂസ്ഡ് സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത്. അത് നമുക്ക് പുതിയതായിട്ട് പെട്ടെന്നൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് യൂസ്ഡ് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ഒരു ലാഭം എന്ന് പറയുന്നത്. പിന്നെ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ലോണ്ടറി ഏരിയ ഉണ്ട്. ഈ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇത് വഴി പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. പിന്നെ ലോണ്ടറിയുടെ ഈ സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു ഷെൽഫുണ്ട്, നല്ലൊരു സ്റ്റോറേജ് ഏരിയ ആണ്. അതുപോലെ ലോണ്ടറിയുടെ ഫസ്റ്റ് ഈ സൈഡിൽ തന്നെ നമുക്കൊരു നല്ലൊരു ബെഡ്റൂം ഉണ്ട്. നല്ല ബെഡ്റൂം, നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ട് നല്ലൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഈ സൈഡിലുള്ള
ഷവർ റൂം എന്ന് പറയുന്നത്. മറ്റേത് അറ്റാച്ച്ഡ് ആയിരുന്നു. ഈ സൈഡിൽ 3 റൂമുണ്ട്. പക്ഷെ 3 റൂമിനും കോമൺ ആയിട്ട് ഈ ഒരു ഷവർ റൂമും പിന്നെ ഈ ഒരു ടോയ്ലറ്റും ആട്ടോ വരുന്നത്. 2 സെപ്പറേറ്റ് ആണ്. ടോയ്ലറ്റ് സെപ്പറേറ്റ് ആണ് വരുന്നത് ഇവിടെ. പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് ഹാളിൽ നിന്നാണല്ലോ എൻ്റർ ചെയ്തത്. ഈ ഹാളിൻ്റെ ഈ സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു റൂം, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു 2 ബെഡ്റൂം ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ബെഡ്റൂം ആട്ടോ ഇത്. ഞാനിത് കാണിക്കുന്നില്ല, കാരണം ഒരുപാട് സാധനങ്ങൾ അവിടെ കിടക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. പിന്നെ ഇപ്പം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂം ഇതാട്ടോ. ഇതാണ് നമ്മളുടെ റൂം, ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂം എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഒരു ഫാമിലിയും കൂടെ ഷെയർ ചെയ്യാനുണ്ട്. ഷെയറിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ 4 ബെഡ്റൂം ഹൗസ് എടുത്തതിന് കാരണം തന്നെ, ഇത്രയും വലിയ വീട് എടുത്തതിൻ്റെ കാരണം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും വലിയ വീടിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് ഹാളിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഞാൻ മിറ്റമൊക്കെ കാണിച്ച് തരാവേ. അപ്പോൾ നമുക്കിങ്ങനെ ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ ലോണ്ടറി സൈഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടില്ല, ഞാനൊരു ഗേറ്റ് കാണിച്ചു തന്നില്ലേ, ആ ഗേറ്റ് ആട്ടോ ഇത്. ഇവിടുന്ന് നമുക്ക് വണ്ടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇട്ട് കഴുകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്ക് എന്തെങ്കിലും നടാനും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു മുല്ലയുണ്ട്, നല്ലൊരു വള്ളിമുല്ല ഇവിടെ ഉണ്ട് ഈ സൈഡിൽ. ഇതിപ്പം മുട്ടിട്ട് തളിർത്ത് വരുന്നതേ ഉള്ളൂ. ഇവിടെ വിൻ്ററാണ്, അതുകൊണ്ടാണ് ചെടികളൊന്നും പൂത്ത് നിൽക്കാത്തത്. പിന്നെ ബാക്കൗട്ട് വരുവാണെങ്കിൽ ഇങ്ങനൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നടാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ലോണ്ടറി ഏരിയ. നമ്മൾ അകത്തുനിന്ന് കണ്ടില്ല ലോണ്ടറി, പുറത്തേക്ക് ഇറങ്ങാൻ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ അതാട്ടോ. ഈ വഴിയാണെങ്കിലും നമുക്ക് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ ഇവിടെ നല്ലൊരു കുഞ്ഞ് ഓറഞ്ച് മരമുണ്ട്, ചെറിയൊരു ഓറഞ്ച് മരം. ഇവിടെ ഒരു കുഞ്ഞ് ഓറഞ്ച് ഒളിച്ചിരിപ്പുണ്ട്, ഒരു ഓറഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പം നല്ലൊരു ഓറഞ്ച് മരമുണ്ട്. പിന്നെ ഒരു അനാറിൻ്റെ മരമുണ്ട്. ഇതിപ്പം വിൻ്റർ ആയതുകൊണ്ട് ഇലയെല്ലാം പോയി നിൽക്കുവാണ്. തളിർപ്പ് വരുന്നുണ്ട്, ചെറിയ തളിർപ്പ് വരുന്നുണ്ട്. അപ്പം വിൻ്ററൊക്കെ കഴിയുമ്പോഴത്തേനും ഇലയൊക്കെ വരും, നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നല്ലൊരു നാരകമുണ്ട് കേട്ടോ, നിറച്ച് നാരങ്ങയൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് നിറച്ച് നാരങ്ങ മുട്ടിട്ടിട്ടുണ്ട്. അതാ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ നാരങ്ങയുണ്ട് നമുക്ക്. ഇതാണ് ഈ സൈഡ്. പിന്നെ കുറേ കറ്റാർവാഴയുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നേ താമസിച്ചുകൊണ്ടിരുന്നവർ ചെയ്തത് കേട്ടോ ഇത് ഫുള്ള്. കുറേ അവർ വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഒരു വാഴക്കുഞ്ഞൊക്കെ ഉണ്ട്, 3 വാഴത്തൈയൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. നമുക്കിവിടെയൊക്കെ കിച്ചണിൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നട്ട് വളർത്താനൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഇനി വേണം എനിക്ക് ഓരോ സാധനങ്ങളൊക്കെ നടാൻ. ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുന്നു, നടക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഇതാട്ടോ നമ്മുടെ മുറ്റം, ഇത്രയൊക്കെ ഉള്ളൂ. തുണിയൊക്കെ വിരിച്ചിടാൻ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീടിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ കയറി. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങൾ. ഞങ്ങളങ്ങനെ വീട് മാറി, അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടു. ഇനി ഞങ്ങളുടെ റൂമിലോട്ടൊക്കെ ഓർഡർ ചെയ്ത കുറച്ച് ഫർണിച്ചർ സാധനങ്ങളൊക്കെ നാളെ ഡെലിവറി നമുക്ക് വരാനുണ്ട്. അതൊക്കെ ഇനി വന്നിട്ട് അത് കുറച്ച് റൂമിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അത് നാളെ ഒരു 12 മണിക്കേ വരുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇനിയും മേടിക്കാനുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡിയാക്കിയിട്ട് നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു, അത്യാവശ്യം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ വീടും സ്ഥലവും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.